ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ വെള്ളക്കടലയും ബീട്രൂട്ടും വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കപ്പോളം വെള്ളക്കടല, അതായത് വൈറ്റ് ചിക്ക് പീസ് ഒന്ന് വേവിച്ച് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റവ് വെച്ച ശേഷം പാൻ വെച്ച് കൊടുക്കാം. അപ്പം പാൻ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം വലിപ്പത്തിലുള്ള 2 ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബീട്രൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം വേവിച്ചെടുക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ബീട്രൂട്ടിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ കടല വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാത്രം ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ. ഇപ്പോൾ ഇവിടെ ബീട്രൂട്ടും വെള്ളക്കടലയും വെച്ചിട്ടുള്ളൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റയറായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.